നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കാറുമായി കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഒരാൾക്ക് പരിക്ക്. കേച്ചേരി തലക്കോട്ടുകരയിലാണ് അപകടം നടന്നത്. കേച്ചേരി ഭാഗത്ത് നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറും കൂട്ടിയിടിക്കുകയായിരുന്നു. കുന്നുംകുളത്ത് പൂരത്തിനിടയിൽ സംഘർഷം. ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന വേലയോടനുബന്ധിച്ചാണ് സംഘർഷം ഉണ്ടായത്. ക്ഷേത്രത്തിൽ വൈകിട്ടോടെ പൂരം കൊട്ടിക്കയറുന്നതിനിടയിലാണ് ഇരു സംഘങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയത്. വെള്ളാങ്കല്ലൂരിൽ നടന്ന ചീപ്പുംചിറ ഫെസ്റ്റിന്റെ മറവിൽ തണ്ണീർത്തടം നികത്തിയെന്ന് പരാതി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് നികത്തൽ നടന്നതെന്ന ആക്ഷേപവുമായി പൊതുപ്രവർത്തകൻ പ്രശോഭ് അശോകൻ ജില്ലാ ഭരണാധികാരികൾക്ക് പരാതി നൽകി. കയ്പമംഗലം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ശിവാലയ കമ്പനിക്ക് രൂക്ഷ വിമർശനം. കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്ന് മാസങ്ങളോളമായി പഞ്ചായത്ത് പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കുന്നില്ല. ഇതേ തുടർന്നാണ് യോഗം വിളിച്ചു ചേർത്തത്. KPCC നിയമിച്ച മണ്ഡലം പ്രസിഡന്റുമാരെ ഗ്രൂപ്പ് താൽപര്യത്തോടെ മാറ്റി നിയമിച്ച DCC പ്രസിഡന്റിന്റെ തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ കലാപം. കൊടുങ്ങല്ലൂർ മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കീഴിലുള്ള പുത്തഞ്ചിറ കുഴൂർ മണ്ഡലം പ്രസിഡന്റുമാർക്കാണ് സ്ഥാനചലനം. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ നിലവിൽ അനുവദിച്ചിട്ടുള്ള മേൽപ്പാലം തിരക്കേറിയ CI ഓഫീസ് ജംഗ്ഷൻ വരെ നീട്ടണമെന്ന് ബെന്നി ബെഹനാൻ MP. ഈ ആവശ്യം ഉന്നയിച്ച് ബെന്നി ബെഹനാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. നീട്ടുന്നത് പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകുന്നതായി MP അറിയിച്ചു. കയ്പമംഗലം കൊപ്പർക്കളം സെന്ററിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിന് എടത്തുരുത്തിയിൽ തുടക്കമായി. KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ മാധ്യമപ്രവർത്തക KK ഷാഹിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് പ്രസിഡന്റ് C വിമല അധ്യക്ഷത വഹിച്ചു. കുടിൽരഹിത ചാലക്കുടി പദ്ധതിയുടെ ഭാഗമായി യുവഗ്രാമം ചായ്പൻകുഴിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച 5ാമത്തെ വീടിന്റെ താക്കോൽദാനം ജോസ് K മാണി MP നിർവഹിക്കുമെന്ന് യുവഗ്രാമം ചെയർമാൻ ഡെന്നിസ് K ആന്റണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPI എറിയാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താണിയത്ത് ട്രസ്റ്റിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ മഞ്ഞളി ബ്രാഞ്ച് കമ്മിറ്റി അംഗം അജിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി. ET ടൈസൺ MLA താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.